ഇത്ര വർഷത്തെ എൻ്റെ വയറ്റിപ്പഴുപ്പായിരുന്നു, അതില്ലാണ്ടാവുമ്പോണ്ടാവുന്ന ഒരു വേദന. പിന്നെ ഈ വഴിക്ക് വരുന്ന ആൾക്കാര് എൻ്റെ ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് വരുമ്പോ ഇനി എൻ്റെ കട ഇവിടെ ഉണ്ടാവില്ല, പാലക്കാട് ഒറ്റപ്പാലം പോകുന്ന റോഡിൽ കിഴക്കഞ്ചേരിക്കാവാണെന്നുള്ളതൊന്നും ഞാൻ ഇനി പറയാനും പറ്റില്ല. എന്നത്തോടു കൂടി അല്ലെങ്കിൽ 2 ദിവസത്തോടു കൂടി അവിടെ ഈ കട ഇവിടുന്ന് ഒളിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ ലേഡി നിങ്ങൾക്ക് കണ്ടു പരിചയം കേട്ടോ. ഇവരാണ് ധന്യ. പാലക്കാടൻ ഫാമിലി എന്നാണ് ഇവരുടെ ബ്ലോഗിൻ്റെ പേര്. വളരെ പാവമാണ്. ഉണ്ണിയപ്പം വിൽക്കുക, പിന്നെ ചില ഓർഡറുകളൊക്കെ സ്വീകരിച്ചിട്ട് അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക, നെയ്ച്ചോ മറ്റെന്താ പറയുക സാധാ ചോറോ ബിരിയാണിയോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നൊരു സ്ത്രീയാണ്. ഇപ്പോൾ ഇവർ പറയുന്നൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഷെഡ്, ആ ഷെഡ് കെട്ടിയിട്ട് അതിലാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിറകിലുള്ളൊരു ലാൻഡ് വേറൊരാൾ വാങ്ങി ഇപ്പോൾ ഇവർ ആ ഷെഡ് അവിടുന്ന് പൊളിച്ചൊഴിവാക്കേണ്ട ഒരു അവസ്ഥയാണ്. വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ ധന്യ എന്ന് പേരുള്ള ഈ ഒരു ലേഡി അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത്. ഞാൻ ഇവരെ കാണുന്നത് ഇവരെപ്പോഴും ഒരു ഇസ്ലാമിക വിഷയങ്ങളൊക്കെ മുസ്ലിം വിഷയങ്ങളിലൊക്കെ ഉള്ള താല്പര്യത്തോടു കൂടി കാണുന്ന ഒരു ലേഡിയാണ്. മർക്കസിൽ പോകുന്നു, കാന്തപുരം ഉസ്താദിനെ കാണുന്നു, അങ്ങനെ മുസ്ലിം സബ്ജക്റ്റിലൊക്കെ താല്പര്യത്തോടു കൂടി കാണുന്ന ധന്യ എന്ന് പേരുള്ള ലേഡി. ഇങ്ങനെയാണ് ഇവരെ എൻ്റെ മൈൻഡിലേക്ക് ഇവർ കാണുന്നത്. വളരെ നല്ല രീതിയിൽ വ്ലോഗ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വളരെ വിഷമഘട്ടത്തിലാണ്. നമ്മളെക്കൊണ്ട് എന്താ സഹായിക്കാൻ കഴിയുക? വാക്കാലോ പ്രവർത്തിയാലോ പ്രാർത്ഥനയാലോ എങ്കിലും അവരെ സഹായിക്കുക എന്നുള്ളതാണ്. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഫ്രണ്ട്സേ, ധന്യാണേ. അപ്പോ എന്താണ് നമ്മുടെ കിഴക്കഞ്ചേരിക്കാവിലുള്ള നമ്മുടെ ഉണ്ണിയപ്പക്കട ഇന്നും ഇനി വേണമെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കാണാൻ പറ്റിയ കാണാം. കാരണം നമ്മുടെ കടന്റെ ബാക്കിലുള്ള സ്ഥലം സെയിലായി. അപ്പൊ അവരിവിടെ നിന്ന് മാറാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, നിങ്ങളുടെ കടന്റെ ബാക്കിലത്തെ സ്ഥലത്തിന്റെ ആളാണ്. പറയും. 2-3 ട്രിപ്പ് ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ അറിഞ്ഞു. മാറണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് സ്ഥലം. നിങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ മാറണം പറഞ്ഞില്ലേ? അതെ 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 അതെ. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട്. കണ്ടത് പെട്ടെന്ന് ഇതാക്കിയിട്ട് വേണം ബാക്കി റേസും കാര്യങ്ങളൊക്കെ കിടക്കാനേ. ബാക്കി എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇത് നിങ്ങള് ചെയ്യാൻ കൊടുത്തു ഏകദേശം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ 1 മാസമായിട്ടുള്ളത് കെട്ടിയിട്ടേ. അത്രയും 2 മാസം ആവണുള്ളൂ റീ ചെയ്തിട്ട്. 15,000 നമ്മളാകെ ആയിട്ട് ഒരു 10-20 ദിവസത്തേക്ക് ആയിട്ടുള്ളൂ. പക്ഷെ അതെന്താ പറയാ, അത് വല്ലാത്തൊരു വിഷമമായി. എന്താ വെച്ചാ 2 മാസം ആവണതിന് മുന്നേ ഇത് നമ്മളും നിങ്ങൾക്ക് അറിയണ തന്നെ, നമ്മള് അന്നാള് കിട്ടുന്ന ഒരു ഇതും കൊണ്ട് കഴിയണതാണ്. അപ്പൊ ഞാന് ഇപ്പൊ അതിന്റെ കട ഇനിയും തീർന്നിട്ടില്ല എനിക്ക്. അപ്പൊ ഇനി ഇത് പൊളിച്ച് ഇനി അടുത്തേക്ക് പോകുമ്പോഴേക്ക് ഇതിനെക്കാട്ടിയും വലിയൊരു എമൗണ്ട് എന്തായാലും കാണുന്ന സ്ഥലവും കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും ഞാനത് ഇതാക്കാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും മാറിത്തരാം. അപ്പോ അതൊരു വിഷമം മാത്രമുണ്ട്. എന്താ വെച്ചാ 1 മാസം ഇത് അറിഞ്ഞാണെങ്കിൽ ഞാന് വേറെ എവിടെയെങ്കിലും ആക്കിയിട്ട് അവിടെ കിട്ടുമായിരുന്നു. അതിപ്പോ നമ്മളത് ആകാണ്ട് പറയാനും പറ്റില്ലല്ലോ. ആകണവരെ ഇങ്ങോട്ടേ നിന്നായിരുന്നു. കച്ചവടം ആയ ശേഷമല്ലേ പറയാനും പറ്റുള്ളൂ. അതിന് മുമ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് ആയ ശേഷം പറഞ്ഞത്. ശരി. ഓണർ പറഞ്ഞു നിങ്ങൾക്ക് 2 ആഴ്ച സമയം തന്നിട്ടുണ്ട്, നിങ്ങളെ മാത്രമാണ് കാണാത്തത്, ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നവും വരാണ്ട് നമ്മൾ ഇവിടുന്ന് മാറണം. പക്ഷെ എവിടെയും സ്ഥലം കിട്ടിയിട്ടില്ല. ഇത് വേറെ വെക്കാനായിട്ട് വേറെ എവിടെയും സ്ഥലം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഓൾറെഡി വാടകയ്ക്കാണ് റൂം എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഉണ്ണിയപ്പൊക്കെ അവിടെ നിന്ന് മാവൊക്കെ അരച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഷെഡിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ ഇനി വീണ്ടും ഒരു വാടക റൂം എടുത്ത് അതിലേക്ക് മാറി അതിലും വാടക കൊടുത്ത് കഴിയാനുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ അതിനുള്ള വരുമാനം എനിക്കില്ല. പിന്നെ ഇത്ര വർഷത്തെ എൻ്റെ വയറ്റിപ്പഴുപ്പായിരുന്നു, അതില്ലാണ്ടാവുമ്പോണ്ടാവുന്ന ഒരു വേദന. പിന്നെ ഈ വഴിക്ക് വരുന്ന ആൾക്കാര് എൻ്റെ ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് വരുമ്പോ ഇനി എൻ്റെ കട ഇവിടെ ഉണ്ടാവില്ല, പാലക്കാട് ഒറ്റപ്പാലം പോകുന്ന റോഡിൽ കിഴക്കഞ്ചേരിക്കാവാണെന്നുള്ളതൊന്നും ഞാൻ ഇനി പറയാനും പറ്റില്ല. എന്നത്തോടു കൂടി അല്ലെങ്കിൽ 2 ദിവസത്തോടു കൂടി അവിടെ ഈ കട ഇവിടുന്ന് ഒളിച്ചു മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു ഉണ്ണിയപ്പം വാങ്ങിച്ച് സഹകരിച്ച് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്.
എല്ലാവർക്കും നിന്നും 1000 നന്ദി അറിയിക്കണം. ഇനി എവിടെയാണ് ഷോപ്പ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. പോയവിടെയൊക്കെ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഇതവാ കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. വളരെ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്നൊരു ലേഡിയാണ്. അപ്പോൾ ഇവർ വാടക വീട്ടിൽ നിന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഈ ഒരു ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വിൽക്കാൻ. പെട്ടെന്ന് ഇപ്പോൾ നമ്മളങ്ങനെ റോഡ് സൈഡിലൊക്കെ നമ്മളങ്ങനെ കാണാമല്ലോ, പല ഷെഡൊക്കെ കെട്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പൊടുന്നനെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മറ്റൊരിടത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഇവർക്ക് അങ്ങനെ മാറ്റാതിരിക്കാനും മാർഗ്ഗമില്ല. ഇവരവരെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന വിസാൽ മീഡിയ കാണുന്ന പല കുടുംബത്തിനും ഒരു പക്ഷേ ധന്യ അറിയാതിരിക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കൊക്കെ ധന്യ എന്ന് പറയുന്ന ഈ ബ്ലോഗർ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവരെ വീഡിയോകളൊക്കെ എന്താ പറയുക, ആളുകളെ തമ്മിൽ അടുപ്പിക്കാത്ത, ഇന്ന് നമ്മൾ ഒരുപാട് വ്ളോഗേഴ്സ് കാണാമല്ലോ, ആ വ്ളോഗേഴ്സിൻ്റെ ഒന്നും ദുശീലങ്ങളില്ലാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നൊരു വ്ളോഗറാണ്. അപ്പോൾ അവർ ഈ ഉണ്ണിയപ്പം വിൽക്കാനാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ. ആ ഒരു ചിലപ്പോൾ അവർ ഉണ്ണിയപ്പം വിറ്റിട്ട് അതിൻ്റെ ഓർഡർ ആയിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടയിലുണ്ട്, ഇനിയും ഇത്തിരി ഉണ്ണിയപ്പം ബാക്കിയുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടും മുസ്ലിമീങ്ങളാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കൽ. ഇവരുടെ വീഡിയോകളൊക്കെ കണ്ട് എനിക്ക് തോന്നിയതാട്ടോ. എന്തായാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരൊരു നല്ല ലേഡിയാണ്. അപ്പോൾ ഇപ്പോഴുള്ളൊരു ബുദ്ധിമുട്ടിൽ നമ്മളെക്കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നബിദിന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ മത്സരം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. മദ്ഹ് ഗാന മത്സരങ്ങളാണ്. അപ്പോൾ ഒരാൾ 2-3 പേര് എനിക്ക് അയച്ചു തന്നിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങൾ കൊടുക്കാം. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾ പാടിയതോ നിങ്ങളുടെ കുട്ടികൾ പാടിയതോ ആയ മദ്ഹ് ഗാനങ്ങൾ, ഹബീബ നബിയെക്കുറിച്ചുള്ള മദ്ഹ് ഗാനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 9946025819 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക. നല്ല ക്ലിയറായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തായിരിക്കണം. പഴയത് ഏതോ എടുത്തിട്ട് അയക്കരുത്. ഇൻഷാ അല്ലാഹ് വിജയികളായ 3 പേർക്ക് വിസാൽ മീഡിയ ചെറിയൊരു സമ്മാനം നൽകും. അപ്പോൾ ആ ഒരു മത്സരത്തിൽ നമ്മൾ ഹബീബായ റസൂലുള്ളാഹിൻ്റെ ഒരു മദ്ഹ് ഗാനം, ആ ഒരു മത്സരം എന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പങ്കെടുക്കുക. അൽഹംദുലില്ലാഹ് നമ്മൾ പങ്കെടുക്കുന്നതും മത്സരം നടത്തുന്നതും ഒക്കെ ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനുമായിട്ട് നടന്നു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. നടന്നു പോകുന്ന സന്ദർഭം ഏതാണെന്ന് വെച്ചാൽ ഹിജറ പോവാൻ. അപ്പോൾ ഹിജറ പോകുന്നൊരു സമയത്ത് എല്ലാവരും ഹിജറ പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു വന്ന് ചോദിക്കുന്നുണ്ട്, ഞാനും മദീനയിലേക്ക് ഹിജറ പോകട്ടെ, ഞാനും മദീനയിലേക്ക് ഹിജറ പോകട്ടെ എന്ന് പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ ഹിജറ പോകാൻ കിട്ടും. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഭയങ്കര സന്തോഷമായി. ആരായിരിക്കും ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ കിട്ടും എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹബീബായ നബി വന്ന് അബൂബക്കർ റളിയല്ലാഹു പറയാണ്, നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഹിജറ പോകാം, നമുക്ക് 2 പേർക്കും കൂടി ഹിജറ പോകാം എന്ന് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു സന്തോഷം കൊണ്ട് കണ്ണി നിറയാൻ. അപ്പോൾ ആ ഒരു സമയത്ത് അബൂബക്കർ ചോദിക്കുകയാണ്, ഹബീബായ റസൂലെ, ആ സമയം അബൂബക്കർ ചോദിക്കുകയാണ്, ഹബീബായ റസൂലെ, അള്ളാഹു ഹിജറ പോകാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കൂട്ടിയതാണോ അതോ ഒരാളെ കൂട്ടാൻ പറഞ്ഞതുകൊണ്ട് എന്നെ കൂട്ടിയതാണോ? അതായത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടോ അബൂബക്കറിൻ്റെ കൂടെ പോകണമെന്ന്, അതോ ഒരാളെ കൂടെ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ നബി എന്നെ ഏറ്റെടുത്തതാണോ? ഈ സമയത്ത് ഹബീബായ നബിയുടെ മറുപടി, അള്ളാഹുവിൻ്റെ ഓർഡറാണ് അബൂബക്കറെ, നിന്നോടൊപ്പം ഹിജറ പോകാനാണ് അള്ളാഹുവിൻ്റെ ഓർഡർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹബീബായ നബിയോടൊപ്പം ഹിജറ പോകാനുള്ള അനുമതി അബൂബക്കർ റളിയല്ലാഹുവിന് അള്ളാഹു നൽകുക. എന്നിട്ട് ആ ഒരു യാത്ര പോയിട്ട് ഇവരിങ്ങനെ ആ ഒരു ഗുഹയിലൊക്കെ നിന്ന് സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. ആ ഗുഹയിൽ നിന്നു. ആ ഗുഹയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പാമ്പ് വന്നൊരു സംഭവമുണ്ട്. ആ പാമ്പ് പല രീതിയിൽ മക്കയിലുണ്ടായിരുന്ന ഒരു പാമ്പാണ്. അതിൻ്റെ കഥ ഞാൻ വേണമെങ്കിൽ വേറൊന്ന് പറയാം, ഞാനതിവിടെ ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് നടന്നു പോവാൻ, അവിടെ നിന്ന് ഒട്ടകം ഉണ്ടായിരുന്നു. പിന്നീട് കുറേ നടക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹിൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി, പൊട്ടിയിട്ടിങ്ങനെ രക്തമൊലിക്കാൻ തുടങ്ങി. കാരണം ഒരു നല്ല ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പൊട്ടിയിട്ട് രക്തമൊലിക്കുന്ന സമയം കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഹബീബായ റസൂലെ, അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ അങ്ങ് എൻ്റെ ചുമലിൽ കയറ്റട്ടെ എന്ന് പറഞ്ഞു. അതായത് ഹബീബായ നബിയെ ചുമലിൽ കയറ്റിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോകാം. അള്ളാഹിൻ്റെ ഹബീബായ റസൂല് സമ്മതിക്കുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പ്രായം 2-3 വയസ്സിൻ്റെ വ്യത്യാസമേ കുറവേ അബൂബക്കർ റളിയല്ലാഹു ഉള്ളൂ നബിയുമായിട്ട് നോക്കുമ്പോൾ. അങ്ങനെ ആ പുന്നാര റസൂലുള്ളാഹിൻ്റെ ആ ശരീരം തോളിൽ വെച്ചിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിന്ന് തോളിൽ കയറ്റിയിട്ട് നടന്നു പോകുന്നൊരു രംഗം നിങ്ങൾ മനസ്സിൽ കണ്ടോക്കൂ. എന്തുമാത്രം ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും അവർ. അവർക്ക് റസൂലുള്ള തന്നെ അവരുടെ കയ്യിലാണ്.
റസൂലുള്ള തന്നെ അവരുടെ ലൈഫിലാണ്. ആ സമയത്ത് ആ ഗുഹയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഗുഹയുടെ കവാടത്തിലേക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശത്രുക്കൾ കാണുമെന്നൊരവസ്ഥ വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ റസൂലെ, അവരെങ്ങാനും ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടുപോകും, നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ഇനാമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി അബൂബക്കറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നത്, നമ്മൾ 2 പേരുടെ കൂടെ മൂന്നാമനായിട്ട് അള്ളാഹു ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് അബൂബക്കർ? അതൊരു ദൃഢനിശ്ചയമായിരുന്നു. ഇനി എനിക്ക് പേടിക്കാനില്ല. ഈ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ, അള്ളാഹിൻ്റെ റസൂലുള്ളാഹിനെ അബൂബക്കറോളം സ്നേഹിച്ചൊരു മനുഷ്യൻ വേറെ ഉണ്ടാവോ? എന്താണ് മനസ്സിലെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി, എനിക്കെന്തിനും ഏതിനും അള്ളാഹിൻ്റെ റസൂലുള്ളാഹിനെ കുറിച്ച് സംസാരിക്കുക, അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി സംസാരിക്കുക, എൻ്റെ സംസാരം തന്നെ അള്ളാഹിൻ്റെ റസൂലായിട്ട് മാറുക. ഈ 3 ഗുണങ്ങളാണ് അബൂബക്കർ റളിയല്ലാഹുവിനുള്ളത്. നമ്മളാകെ വല്ല നബിദിനം വരുമ്പോഴൊന്ന് ഓർത്തെങ്കിലായി, അപ്പം നമ്മൾ വലിയ ആഘോഷങ്ങളായി, അപ്പം നമ്മൾ വലിയ മൗലിദുകളായി, അപദാനങ്ങൾ പറച്ചിലായി. അവർക്ക് ജീവിതകാലം മുഴുവനും അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹിനെ ഓർക്കലാണെന്ന് ചോദിക്കുന്നൊരു ചോദ്യം. അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് മുലയൂട്ടിയ ഒരുപാട് സ്ത്രീകളുണ്ട്. അതിലൊരു സ്ത്രീയാണ് ഹലീമ ബീവി. ഈ ഹലീമ ബീവിയുടെ നാട്ടിൽ ഹബീബായ നബി എത്ര വർഷം ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ ഹലീമ ബീവിയുടെ നാട്ടിൽ എത്ര വർഷം ജീവിച്ചിട്ടുണ്ട്? ആ ചോദ്യം ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.